വെൽക്കം ടു മാത്തസിസ് ഓൺലൈൻ ക്ലാസ്. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് MAT 102 നമ്മളെ 2019 സ്കീമിലെ റിവിഷനിൽ വരുന്ന രണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എപ്പോഴും വരുന്ന രണ്ട് പ്രധാനപ്പെട്ട പേപ്പറുകളാണ്. ഒന്ന് MAT 201, ദാറ്റ് ഈസ് PD ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. അത് വരുന്നത് തേർഡ് സെമസ്റ്ററിൽ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഈ ഒരു സെഗ്മെൻറ്റുകാർക്കാണ്, കാറ്റഗറിക്കാർക്കാണ്. അതുപോലെ MAT 102 ഇത് കോമൺ പേപ്പറാണ് അല്ലേ. സെക്കൻഡ് സെമസ്റ്ററിൽ എല്ലാ ബ്രാഞ്ചുകാരും പഠിക്കുന്ന ഒരു കോമൺ പേപ്പറാണ് MAT 102, വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ട്രാൻസ്ഫോംസ്. അപ്പോൾ ഇവിടെ നമുക്ക് 5 മൊഡ്യൂളാണെന്ന് അറിയാമല്ലോ. ഈ 5 മൊഡ്യൂളിൽ നമുക്ക് ആദ്യം തുടങ്ങാനുള്ളത് മൊഡ്യൂൾ 3 എന്നാണ്. ഓക്കെ അല്ലേ, അതായത് ODE. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ടുള്ള എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളത് ഫ്ലോ ഒരു സ്മൂത്തായിട്ട് പോയിക്കോളും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം തുടങ്ങാൻ പോകുന്നത് മൊഡ്യൂൾ 3യിലാണ്. അപ്പോൾ മൊഡ്യൂൾ 3യിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇവിടെ ഓരോ മൊഡ്യൂളും നമുക്ക് വരുന്നത് അറിയാലോ. ആദ്യത്തെ 2 മൊഡ്യൂൾ വെക്ടർ കാൽക്കുലസ് ആണ്, 3ാമത്തെ മൊഡ്യൂൾ ODE ആണ്, 4ാമത്തെ മൊഡ്യൂൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, 5ാമത്തെ മൊഡ്യൂൾ ഫോറിയർ ആണ്. ഓക്കെ അല്ലേ, ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ODE എന്നാണ്. ODEയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, നമുക്ക് ഈസി ആയിട്ട് എന്നാൽ ബുദ്ധിമുട്ടില്ലാതെ മാർക്ക്. ഇതിപ്പോൾ എല്ലാ മൊഡ്യൂളിനും ഈക്വൽ വെയിറ്റേജ് നിങ്ങൾക്ക് അറിയാലോ, 20 മാർക്കാണ് അല്ലേ. അപ്പോൾ 20ൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 60% ആണ്. നമ്മൾ 60% ഫോക്കസ് ചെയ്യുന്നുള്ളൂ. 100ൽ 60ആണ് നമ്മുടെ ടാർഗറ്റ് മാക്സിമം. അപ്പോൾ 40നും 60നും ഇടയിലുള്ളൊരു മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ സപ്ലിമെൻ്ററി എക്സാമിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ, അതെന്തുകൊണ്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് റോൺസ്കിയൻ ഓഫ് 2 ഫങ്ഷൻസ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ റോൺസ്കിയൻ നമുക്ക് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് എന്നാൽ ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ 2 ഫങ്ഷൻസ് തന്നാൽ നമ്മളതിനെ y1 y2 എന്ന് പേരിടുന്നു. ലെറ്റ് y1 ആൻഡ് y2 ആർ 2 ഗിവൺ ഫങ്ഷൻസ്. ദെൻ വാട്ട് ഈസ് റോൺസ്കിയൻ? റോൺസ്കിയനെ നമ്മൾ W എന്നാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. W ഓഫ് y1 y2 ദാറ്റ് ഈസ് റോൺസ്കിയൻ ഓഫ് y1 y2 ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇതിനാണ് നമ്മൾ റോൺസ്കിയൻ എന്ന് പറയാം. അപ്പോൾ 2 ഫംഗ്ഷൻ്റെ റോൺസ്കിയൻ കാണാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ ഡിറ്റർമിനൻ്റ് ആണ് ഫോം ചെയ്യേണ്ടത്. ആ ഡിറ്റർമിനൻ്റ് അകത്ത് ഒരു 2/2 ഓർഡറിലുള്ള ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 2 നമ്മൾ വിളിക്കും അല്ലേ. അതിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് റോയിൽ ആ ഫംഗ്ഷൻസ് അതേപോലെ ഡിസ്പ്ലേ ചെയ്യുക, y1 y2 അതേപോലെ എഴുതി കൊടുക്കുക. സെക്കൻഡ് റോയിൽ നമ്മൾ അവരുടെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ്സ് വേണം ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പോൾ y1ൻ്റെ താഴെ y1ൻ്റെ ഡെറിവേറ്റീവ്, y2ൻ്റെ താഴെ y2ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണത്. അപ്പോൾ ഈ റോൺസ്കിയൻ പഠിക്കുന്നതുകൊണ്ട് നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഇവിടെ റിസൾട്ട് എഴുതി ഞങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് റിസൾട്ട് പറയുന്നത് റോൺസ്കിയനിലൂടെ? ഇഫ് Wronskian of y1 y2 not equal to 0, then y1 and y2 are linearly independent. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ODEയിലെ 2 സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് ആണോ എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടീഷനാണ് അവിടെ ചെക്കൗട്ട് ചെയ്യേണ്ടത്. റോൺസ്കിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ റോൺസ്കിയൻ 0 അല്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. 0 ആണെങ്കിൽ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അഥവാ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയും. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലാത്ത നമ്മൾ വിളിക്കുന്ന പേര് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്നാണ്. അപ്പോൾ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? ദ ഗിവൺ ഫങ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ചെറുതാണെങ്കിലും ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്കിത് ആവശ്യം വരുന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷോ ദാറ്റ് ദ ഫങ്ഷൻസ് എക്സ് ആൻഡ് എക്സ് ലോഗ് എക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. കണ്ടോ? അപ്പോൾ ഫൈൻഡ് ദ റോൺസ്കിയൻ എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്നില്ല, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. അധികം നമുക്ക് ഇങ്ങനെയാണ് വരിക. 2 ഫംഗ്ഷൻ തന്നിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തെളിയിക്കാനാണ് പറയാം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തെളിയിക്കാൻ നമുക്ക് ആര് സഹായം വേണം? റോൺസ്കിയൻ്റെ സഹായം വേണം. അപ്പോൾ നമ്മളിതിൽ ഒരാളെ y1 ആയിട്ട് എടുക്കുന്നു, അത് എക്സ് ആയിക്കോട്ടെ. രണ്ടാമത്തെ ആളെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ y2 ആയിട്ട് എടുക്കുന്നു, അത് എക്സ് ലോഗ് എക്സ്. ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് എക്സ് കേട്ടോ, എക്സ് ലോഗ് എക്സ്. അപ്പോൾ നമ്മുടെ റോൺസ്കിയൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുക. വാട്ട് ഈസ് റോൺസ്കിയൻ? റോൺസ്കിയൻ ഓഫ് y1 y2 is equal to ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇതാണ് നമ്മുടെ റോൺസ്കിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഇത് ഫോം ചെയ്യാൻ വേണ്ടത് ഇനി രണ്ടാൾക്കാരാണ് അല്ലേ, അത് y1 ഡാഷും y2 ഡാഷും. y1 y2 നമ്മുടെ കയ്യിലുണ്ടല്ലോ. സോ വാട്ട് എബൌട്ട് y1 ഡാഷ്? y1 എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ y1 ഡാഷ് കൊണ്ട് അർത്ഥാക്കുന്ന എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് dy1/dx, അതന്നെ സാധനം, ഓർഡിനറി ഡെറിവേറ്റീവ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. ഒരു വേരിയബിളിനെ അതേ വേരിയബിൾ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് റിസൾട്ട് ഈസ് 1. അപ്പോൾ എക്സിന് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ആയിരിക്കും വരിക. അപ്പോൾ y1 ഡാഷ് 1 ആണ്. അടുത്തത് y2 ഡാഷ്. y2 ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. എക്സിലുള്ള രണ്ട് ടേംസിൻ്റെ പ്രൊഡക്റ്റാണ് അതല്ലേ. പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ടൂൾ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. എന്തായിരുന്നു പ്രൊഡക്റ്റ് ടൂൾ? ഡെറിവേറ്റീവ് ഓഫ് യു വി മീൻസ് പ്രൊഡക്റ്റ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. ഡാഷ് മീൻസ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റൂൾ. പ്രൊഡക്റ്റ് റൂൾ എന്ന് വിളിക്കുന്നത് നമ്മളല്ലേ, +2 തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് y2 ഡാഷ് കാണുന്നുണ്ടെങ്കിലും ഈ സാധനത്തിൻ്റെ ആവശ്യം നിർബന്ധമാണ്. സോ വാട്ട് അബൌട്ട് y2 ഡാഷ്? y2 ഡാഷ് is equal to, ഇവിടെ യുവിൻ്റെ സ്ഥാനത്താരാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എക്സ്, വിൻ്റെ സ്ഥാനത്താരാ ലോഗ് എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഞാൻ ഇതിൻ്റെ റിസൾട്ടിൻ്റെ, അതായത് ഡിഫറൻഷ്യേഷനിലും ഇൻ്റഗ്രേഷൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഞാൻ തരാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ തരാം. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എക്സ് ഇൻറ്റു 1/x പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഈക്വൽസ് എക്സും എക്സും നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? എക്സും പോയി കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 ലോഗ് എക്സ്. ഇതാണ് നമ്മളെ സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവായിട്ട് കിട്ടുന്നത് അല്ലേ. ദെർഫോർ റോൺസ്കിയൻ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എന്താ വരിക? y1 y2. ദാറ്റ് മീൻസ് y1 y2 എന്ന് പറഞ്ഞാൽ y1 എക്സും y2 എക്സ് ലോഗ് എക്സും. അപ്പോൾ എക്സും എക്സ് ലോഗ് എക്സും താഴെ 1. y1 ഡാഷ് 1 ആണ്. y2 ഡാഷ് നൗ 1 പ്ലസ് ലോഗ് എക്സ്. കറക്റ്റ്, യെസ്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊരു 2 ഓർഡർ 2ലുള്ള, അതായത് 2/2 ഓർഡറിൽ വരുന്ന ഒരു ഡിറ്റർമിനൻ്റ് ആണല്ലോ. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഓഫ് ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? മെയിൻ ഡയഗണൽ പ്രൊഡക്റ്റ് ഓഫ് മെയിൻ മൈനസ് പ്രൊഡക്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ഓഫ്. അതായത് എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 1 ഇൻറ്റു ദിസ് 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ദാറ്റ് ഈക്വൽ ടു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്, എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ എക്സ് ലോഗ് എക്സും ക്യാൻസൽ ചെയ്യാം. ബാക്കി ആൻസറായിട്ട് എന്തുണ്ടാവും? എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഈക്വൽ ടു 0 വരികയെന്നുണ്ടെങ്കിലോ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അഥവാ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ്? എക്സ് 0 ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവും വെൻ എക്സ് ഈക്വൽ ടു 0. പക്ഷേ എക്സിൻ്റെ എല്ലാ വാല്യൂസിനും എക്സ് ഇവിടെ 0 വരില്ലല്ലോ. ഇല്ല, എക്സ് 1 ആയിക്കൂടെ, എക്സ് -1 ആയിക്കൂടെ, എക്സ് ഏത് റിയൽ നമ്പർ ആയിക്കൂടെ. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. അതാണ് മീനിങ് കേട്ടോ, നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആയതിനാൽ ദെർഫോർ y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, അതല്ലേ നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നല്ലോ അല്ലേ. ഷോ ദാറ്റ് ദ ഫങ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. അപ്പോൾ ഇതാണ് റോൺസ്കിയൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് e⁻x cos x ആൻഡ് e⁻x sin x യൂസിങ് റോൺസ്കിയൻ. ഇനി അവിടെ യൂസിങ് റോൺസ്കിയൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ റോൺസ്കിയൻ തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അതാണല്ലോ എളുപ്പം. റോൺസ്കിയൻ ഉപയോഗിക്കണം നിർബന്ധമില്ല കേട്ടോ, വേറെ നമുക്ക് മെത്തേഡുകൾ നോക്കുകയും ചെയ്യാം. റോൺസ്കിയൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളെ y1 ആയിട്ട് എടുക്കുന്നു. y1 ആയിട്ട് നമുക്ക് ആരെടുക്കാം? e⁻x cos x എടുക്കാം. y2 ആയിട്ട് നമുക്ക് ആരെടുക്കാം? e⁻x sin x അല്ലേ.
അപ്പോൾ നമുക്കറിയാം വ്രോൺസ്കിയനിലേക്ക് വേണ്ടത് മൊത്തം 4 പേരാണ്. y1 വേണം, y2 വേണം, y1 ഡാഷ് വേണം, y2 ഡാഷ് വേണം. അതുകൊണ്ട് 1 by 1 ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. സോ y1 ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതൊരു പ്രൊഡക്റ്റാണ്. കാരണം e−(x)ൻ്റെ അകത്ത് എക്സ് ഉണ്ട്, cos എക്സിൻ്റെ അകത്തും എക്സ് ഉണ്ട്. നമ്മളെ വേരിയബിൾ ഇവിടെ എക്സ് ആണ്. അപ്പോൾ എക്സിലെ 2 ടേം പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കഴിഞ്ഞ കേസ് പോലെ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്തല്ലോ, അതേപോലെ ഇവിടെയും ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് മീൻസ് e−(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos എക്സ് മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ്സ് കാണാതെ പഠിക്കണം കേട്ടോ. ഞാനത് പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ ഞാനത് റിസൾട്ട് ഇതിൽ ഡിസ്പ്ലേ ചെയ്യാം. നിങ്ങളത് എഴുതിയെടുക്കണം, എന്നിട്ടത് പഠിക്കണം. അപ്പോൾ e−(x) ഇൻറ്റു cos എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് cos എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e−(x). e⁻(x)ൻ്റെ ഡെറിവേറ്റീവ് e⁻(x) ആണ് നമുക്കറിയാം അല്ലേ? പക്ഷേ ഇത് e⁻(x) ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്നാണ് അതിനെ വിളിക്കുക. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് റിസൾട്ട് കാണാതെ പഠിക്കണം, കുറച്ച് റിസൾട്ട് കാണാതെ പഠിക്കണം എന്നുള്ളത്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയാം. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടിൻ്റെ അകത്ത് എക്സിന്, എക്സ് ആണുള്ള വേരിയബിൾ അവിടെ, അതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു എന്നിരിക്കുക. -ആയിട്ടോ √x ആയിട്ടോ മൈന്യൂട്ടായിട്ടോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ എങ്ങനെയായാലും ചേഞ്ച് സംഭവിച്ചാൽ അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയിൻ റൂളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് എങ്ങനെയാണോ അതേ എൻവലപ്പ് ഫോളോ ചെയ്യുക, ഇൻറ്റു ഡെറിവേറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ചേഞ്ചായിട്ട് വന്ന എക്സിൻ്റെ സ്ഥാനത്ത് ഒരു ചേഞ്ച് സംഭവിക്കുമ്പോഴാണല്ലോ അത് ചെയിൻ റൂൾ ഉപയോഗിക്കുന്നത് നമ്മൾ. ആ ചേഞ്ചിൻ്റെ ഡെറിവേറ്റീവ് അതിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് e⁻(x)ൻ്റെ പാറ്റേണിൽ വന്ന റിസൾട്ടാണ് അല്ലേ? e⁻(x)ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? e⁻(x) തന്നെയാണ്. അപ്പോൾ ഇവിടെ എക്സ് അല്ല, എക്സിൻ്റെ സ്ഥാനത്ത് -x എഴുതാൻ കഴിഞ്ഞില്ല. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേഞ്ചായിട്ട് വന്നതാണ്. ഇവിടെ ചേഞ്ചായിട്ട് വന്നത് ആരാണ്? ഈ -x ആണ് അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് ഈ -x വന്നതാണ് ഇവിടെ ചേഞ്ചായിട്ട് സംഭവിച്ചത്. കണ്ടോ? അല്ലെങ്കിൽ e⁻(x)ൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് e⁻(x) കണ്ട് എഴുതിയിട്ട് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് -x. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ് അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ -xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? -1 ആയിരിക്കും. ഒരു മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻറ്റു -1. ക്ലിയർ ആണോ? ദാറ്റ് ഈക്വൽ ടു പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പോൾ e⁻(x) sin x അഗെയിൻ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് e⁻(x) cos x. ഇതാണ് നമ്മുടെ y1 ഡാഷ് കിട്ടുന്നത്. ഇനി y2 ഡാഷ് അടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അടുത്ത ഫംഗ്ഷനിലും അവസ്ഥ തന്നെയാണ്. ദർ ഈസ് അഗെയിൻ എ പ്രൊഡക്റ്റ് വന്നാൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക തന്നെ, വേറെ രക്ഷയില്ല. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ e⁻(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x ദാറ്റ് ഈസ് cos x പ്ലസ് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻(x). ദാ സെയിം സാധനം അപ്പോൾ നമ്മൾ ചെയ്ത അതേ സാധനം റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ e⁻(x) ഇൻറ്റു -1. ഓക്കെ ആണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻(x) cos x പ്ലസ് ഇൻറ്റു മൈനസ് സിംപ്ലി മൈനസ് ബാക്കി e⁻(x) sin x. ഞാൻ ആദ്യം ഈ എഴുതിയിട്ട് ഒരു ഓർഡറിന് വേണ്ടി എഴുതിയെന്നുള്ളൂ, അല്ലാതെ അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് അവർ റോൺസ്കിയൻ? ദെർഫോർ റോൺസ്കിയൻ ഓഫ് y1 y2 ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എന്താ വരിക? y1 y2 നമ്മളെ കയ്യിലുണ്ടല്ലോ. y1 y2 എന്ന് പറഞ്ഞാൽ e⁻(x) cos x e⁻(x) sin x. അതാണ് നമ്മുടെ ഫസ്റ്റ് റോ. e⁻(x) cos x then e⁻(x) sin x. സെക്കൻഡ് റോ y1 ഡാഷ് y2 ഡാഷ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ y1 ഡാഷ് ഒരു വലിയ ടേം ആണല്ലേ, അപ്പോൾ കുറച്ച് സ്പേസ് ആയതിന് മുൻകണ്ട് നമ്മൾ ഈ ഡിറ്റർമിൻ്റ് അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. സോ മൈനസ് e⁻(x) sin x മൈനസ് e⁻(x) cos x. Then y2 dash e⁻(x) cos x minus e⁻(x) sin x. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രൊഡക്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ മെയിൻ മൈനസ് പ്രൊഡക്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി ഓഫ് ഡയഗണൽ. സോ വാട്ട്? ഇതേ ഇൻറ്റു ഇത് അല്ലേ? അപ്പോൾ e⁻(x) cos x ഇൻറ്റു ഒരു ബ്രാക്കറ്റ് കൊടുക്കാം e⁻(x) ഇൻറ്റു cos x മൈനസ്
ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ എക്സ്. ഓക്കെ അല്ലേ? ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ്. അപ്പോൾ മെയിൻ ഡയഗണലിലെ പ്രൊഡക്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ഓഫ് ഡയഗണൽ ഇതാ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ഇതാ ഡെഫിനിഷനിൽ വരുന്ന മൈനസ് ആണ് കേട്ടോ. ഈ നടുവിൽ എപ്പോഴും മൈനസാണ് വരിക. സൈൻ എക്സ് ഇൻറ്റു ഏതാണ്? മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് എക്സ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് എന്താ സംഭവിക്കുക എന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താലും അത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേമിനെ ഇതിന് ഗുണിക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സും ഇ റൈസ് ടു മൈനസ് എക്സും ഗുണിക്കുമ്പോൾ എന്ത് വരും? എക്സും എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ വരുന്നത് പോലെ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സിംപ്ലി ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കൂടെ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് സിംപ്ലി കോസ് സ്ക്വയർ എക്സ്. ഓക്കെ അല്ലേ? ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് വൺസ് അഗെയിൻ ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ്. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത് മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സിംപ്ലി സൈൻ സ്ക്വയർ എക്സ് അല്ലേ? ദെൻ മൈനസ് ഇൻറ്റു മൈനസ് ഉണ്ടോ? ഇവിടെ ഗുണിക്കുമ്പോൾ വീണ്ടും പ്ലസ് വരും. ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ്. ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ്, ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കോസ് എക്സ് സൈൻ എക്സ്, ഇവിടെ പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ അല്ലേ? കോസ് എക്സ് സൈൻ എക്സ് കോസ് എക്സും സെയിം തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമിനെ അങ്ങോട്ട് വെട്ടിക്കളയാം അല്ലേ? ബാക്കി ഒന്നുണ്ടാവും ബാലൻസ് ആയിട്ട്. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്. ദാറ്റ് ഈക്വൽ ടു, അപ്പോൾ രണ്ടിലും കോമൺ ഫാക്ടറായിട്ട് നമുക്ക് ആരാ കാണാൻ പറ്റുന്നുണ്ട്? ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കോമൺ. ബ്രാക്കറ്റിൽ ബാക്കിയത്ത് വരും ഫസ്റ്റ് ടേമിൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സെക്കൻഡ് ടേമിൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. നമുക്കറിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഓൾവേസ് 1. ഇതങ്ങോട്ട് 1 ആയി പോവും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്സ് പവർ എം ഹോൾ പവർ എൻ. എക്സ് റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം എൻ. ഓക്കെ അല്ലേ? എക്സ് റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം എൻ എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണത്. ആ റിസൾട്ട് ഇവിടെ കൊടുത്താലും മതി. അപ്പോൾ എന്താ സംഭവിക്കുക? ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ റൈസ് ടു 2 വിച്ച് ഈസ് സിംപ്ലി പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, മൈനസ് 2x. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് റോൺസ്കിയൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ റോൺസ്കിയൻ 0 വന്നാൽ ഇൻഡിപെൻഡൻ്റ് ആവില്ല, 0 വരരുത്. ഇത് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലായ്പ്പോഴും നമുക്കറിയാം ഈൻ്റെ പവർ മൈനസ് ഇൻഫിനിറ്റി വന്നാൽ മാത്രമേ 0 ആവുള്ളൂ. അതിവിടെ വരാൻ ഒരു ചാൻസും ഇല്ല അല്ലേ? ബാക്കി എക്സിന് ഏത് പോസിബിൾ റിയൽ നമ്പർ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും 0 വരില്ല. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? സിൻസ് റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0, വൺസ് അഗെയിൻ y1 and y2 are linearly independent. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മോട് ഫൈൻഡ് ദ റോൺസ്കിയൻ എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലാതെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് റോൺസ്കിയൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇനി അതേപോലെ ബേസിസ് ആണോ തെളിയിക്കാൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഓഡിയിലേക്ക് മുന്നോട്ട് പോകുന്നവർ ഇങ്ങനെ കാണാൻ പറ്റും. ഫൈൻഡ് ദ റോൺസ്കിയൻ ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് 5x ആൻഡ് ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഒരാളെ നമ്മൾ y1 ആയിട്ടും
രണ്ടാമത്തെ ആടെ നമ്മൾ y2 ആയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താ വരിക, y1 ഈക്വൽ ടു e റൈസ് ടു മൈനസ് എക്സ് കോസ് 5x ആൻഡ് y2 ഈക്വൽ ടു e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ y1 ആയി y2 ആയി, ഇനി y1 ഡാഷും y2 ഡാഷും വേണം. സോ വാട്ട് അബൌട്ട് y1 ഡാഷ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ e റൈസ് ടു മൈനസ് എക്സ് കോസ് 5x. അപ്പോൾ രണ്ടിലും എക്സിൻ്റെ ടേംസാണ് വരുന്നത്, മാത്രമല്ല പ്രൊഡക്റ്റ് ഫോമാണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അനിവാര്യമാണ്. സോ ഫസ്റ്റ് ഇൻറ്റു e റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്താണ്, മൈനസ് സൈൻ എന്നാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണെന്നറിയോ, ഇവിടെ എക്സ് അല്ല, കോസ് എക്സ് ആണെങ്കിൽ അത് നമ്മളെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടൊക്കെ എക്സിലാണ് വരുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് 2x ഓ 5x ഓ √x ഓ -x ഓ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആവില്ല. ആ കേസിലാണ് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ നിങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് പ്രോബ്ലത്തിൽ തരുന്നത് അയാളെ ഇൻസെർട്ട് ചെയ്യുക. ആ സാധനത്തിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് വന്ന ആളുടെ ഡെറിവേറ്റീവ് തൊട്ട് കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ റൂൾ. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ മൈനസ് സൈൻ എന്നാണല്ലോ പറയാറ്. അപ്പോൾ കോസ് 5x ഡെറിവേറ്റീവ് നമ്മൾ മൈനസ് സൈൻ 5x എന്ന് പറയുന്നു. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻസൈഡ്, അതായത് 5x ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. 5x ഡെറിവേറ്റീവ് എന്താണ്, 5 ആണ്. ഓക്കെ അല്ലേ? പ്ലസ് കഴിഞ്ഞില്ല, സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് കോസ് 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് e റൈസ് ടു മൈനസ് എക്സ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, ഇതിൻ്റെ മുന്നത്തെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അഗൈൻ ചെയിൻ റൂൾ. സോ e റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻസൈഡ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, ഒരു മൈനസ് അല്ലേ ഉള്ളൂ, മൈനസ് 5, അത് കോൺസ്റ്റൻ്റ് എഴുതാം, 5 ദെൻ e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x. once again plus into minus, simply minus e raised to minus x into cos 5x. ഇതാണ് നമ്മൾ y1 ഡാഷ് വരുന്നത് അല്ലേ. ഇനി y2 ഡാഷിലേക്ക് പോയാലോ, y2 ഡാഷ്, വാട്ട് അബൌട്ട് y2 ഡാഷ്? ഇതേ കൺസെപ്റ്റ് തന്നെയാണ്, കോസിൻ്റെ സ്ഥാനത്ത് സൈൻ ആയെന്നേ ഉള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ ദ പ്രൊഡക്റ്റ് റൂൾ. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ 5x എന്ന് പറയുമ്പോൾ സൈനിൻ്റെ ഫോമാണ് അല്ലേ, സ്റ്റാൻഡേർഡ് അല്ല, സൈൻ എക്സ് അല്ലല്ലോ. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കോസ് എന്നാണ് പറയാം. അപ്പോൾ കോസ് 5x കഴിഞ്ഞില്ല, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻസൈഡ് ദാറ്റ് ഈസ് 5x ഡെറിവേറ്റീവ് നമ്മൾ 5 മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് സൈൻ 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e റൈസ് ടു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ വീണ്ടും ചെയിൻ റൂൾ. അപ്പോൾ e റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്, സിംപ്ലി -1 ദാറ്റ് ഈക്വൽസ് 5 e raised to minus x cos 5x plus into minus അല്ലേ, e raised to minus x sin 5x. ഓക്കെ അല്ലേ? ഇതല്ലേ വരുന്നത്, സംശയമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോൺസ്കിയൻ, ഇവിടെ നമ്മോട് റോൺസ്കിയൻ കാണാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് 0 ആയി കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ്, എന്താ വരിക, ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ. വാട്ട് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ? e റൈസ് ടു മൈനസ് എക്സ് കോസ് 5x. സെക്കൻഡ് ഫംഗ്ഷൻ കുറച്ച് വിട്ടെഴുതാം, e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x, താഴെ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ എക്സ്പാൻഡ് ചെയ്ത് എന്താ സംഭവിക്കുക, ഫസ്റ്റ് e റൈസ് ടു മൈനസ് എക്സ് കോസ് 5x ഇൻറ്റു ബ്രാക്കറ്റ് 5 e റൈസ് ടു മൈനസ് എക്സ് കോസ് 5x മൈനസ് e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x. ഇതല്ലേ വരിക, മൈനസ്, ഇനി ഇവിടെ e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x ഇൻറ്റു ബ്രാക്കറ്റ് -5 e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x അല്ലേ, -5 e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x -5 e റൈസ് ടു മൈനസ് എക്സ് സൈൻ 5x മൈനസ് e റൈസ് ടു മൈനസ് എക്സ് കോസ് 5x, e റൈസ് ടു മൈനസ് എക്സ് കോസ് 5x.
അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ ഇവിടെ എന്താ വരിക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇ റേസ് ടു 5 അവിടെ ഉണ്ട് അല്ലേ, ഓൾറെഡി 5 കോൺസ്റ്റൻ്റ് ആദ്യം എഴുതാം. ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഹോൾ സ്ക്വയർ ടൈം ആവും. കോസ് ഇൻറ്റു കോസും സ്ക്വയർ വരും അല്ലേ. അപ്പോൾ കോസ് സ്ക്വയർ 5x എന്ന് എഴുതാം കേട്ടോ, കോസ് 5x സ്ക്വയർ എന്ന് എഴുതരുത്. ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് വൺസ് അഗെയിൻ ഇ റേസ് ടു മൈനസ് എക്സും ഇ റേസ് ടു മൈനസ് എക്സും ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ. ദെൻ കൂടെ കോസ് 5x ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ് ഇതിൽ, അവിടെ 5 ഇല്ല എന്നുള്ളത് ഇതിന് നമ്മൾ ചെയ്തില്ലേ ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ, അവിടെയും സൈനും കോസും തന്നെ ആയിരുന്നല്ലോ. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ, അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും 5 ആദ്യം എഴുതുക. ദെൻ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ കൂടെ സൈൻ ഇൻറ്റു സൈന് സൈൻ സ്ക്വയർ, വീണ്ടും മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കൂടെ സൈൻ 5x ഇൻറ്റു കോസ് 5x. ഏതെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് നോക്കിയേ. ഇവിടെ ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ, ഇവിടെ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കോസ് 5 സൈൻ 5. ഇത് രണ്ട് വെട്ടിപ്പോകില്ലേ, നേരത്തെ കണ്ടതേപോലെ തന്നെ. ബാക്കി ബാലൻസ് ആയിട്ട് എന്ത് വരും? ദാറ്റ് ഈക്വൽസ് 5 ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ 5x, പിന്നെ ആരുണ്ട് ഇവിടെ പ്ലസ് 5 ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ 5x. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ്. ഇവിടെ കോമൺ ഫാക്ടറായിട്ട് നമുക്ക് രണ്ട് ടൈമിലും ആരുണ്ട്? 5 ഉണ്ട്, ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. അത് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വരും? ചുരുക്കി പറഞ്ഞാൽ കോസ് സ്ക്വയർ 5x പ്ലസ് സൈൻ സ്ക്വയർ 5x. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഓൾവേസ് വാട്ട്? 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ 5 ഇൻറ്റു ഇ റേസ് ടു പവറിൻ്റെ പവർ വന്നാൽ കൂടെ ഇൻറ്റു ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ റോൺസ്കിയൻ വരിക. അപ്പോൾ റോൺസ്കിയൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. റോൺസ്കിയൻ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്കിവിടെ വരുന്നത്, ഒരു അപ്ലിക്കേഷൻ വരുന്നത് എന്താണ്? റോൺസ്കിയൻ കണ്ടെത്തിയ ശേഷം അത് നോട്ട് ഈക്വൽ ടു 0 നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന ആ രണ്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ ആവശ്യം വരും ഈ കൺസെപ്റ്റ് കേട്ടോ. ഓക്കെ.